ഹലോ, ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ബീട്രൂട്ട് ഫേസ് മാസ്ക്. അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് വാട്സപ്പിലും ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വളരെ നല്ല റിസൾട്ടാണ്. ഈവൻ വളരെ കൺവീനിയൻ്റ് ആണ് അത് യൂസ് ചെയ്യാനായിട്ട്. സോ നിങ്ങൾ ആ വീഡിയോ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. കാണുക മാത്രമല്ല അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒക്കെ എന്താ പറയുക സജഷൻസ് പോലെ തന്നെ ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് കേട്ടോ. ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ ഫുൾ ഓവറോൾ ഹെൽത്തിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഡ്രിങ്കാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്കിന്നിന് മാത്രമല്ല, ഈവൻ സ്കിൻ ഗ്ലോയിങ് അതുപോലെ സ്കിന്നിനുള്ള കറുത്ത പാടുകളും ഒക്കെ മാറുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ഓവറോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി അതുപോലെ തന്നെ നമ്മളുടെ വിഷൻ ഇമ്പ്രൂവ്മെൻറ്റിന് അങ്ങനെയുള്ള ഒരുപാട് കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനായിട്ട് ഈവൻ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ അപ്പോൾ ഇത് ഓവറോൾ നിങ്ങളുടെ ഹെൽത്തിന് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് കാണിക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതായിരുന്നു കരിമംഗലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ചെയ്യണമെന്ന്. അപ്പം നമ്മൾ അത് വീഡിയോ ഉടനെ തന്നെ ചെയ്യും. സോ അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് കാണാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 1 ഗ്ലാസ് ഹെൽത്ത് ഡ്രിങ്ക് ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 സ്പൂൺ പപ്പായ പൗഡറാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് എഡിബിളായിട്ടുള്ള ബ്രഹ്മരയുടെ തന്നെ പപ്പായ പൗഡറാണ്. ഇത് നമുക്ക് കഴിക്കാനും ഒക്കെ നല്ല പപ്പായ പൗഡറാണ്. 100% നാച്ചുറലാണ്. അപ്പോൾ ഞാനെൻ്റെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് പൗഡർ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. അപ്പം ഒരു മീഡിയം പീസ് പപ്പായയാണ് എടുക്കേണ്ടത്. നെക്സ്റ്റ് വേണ്ടത് 1 സ്പൂൺ ടൊമാറ്റോ പൗഡറാണ് കേട്ടോ. അപ്പം ടൊമാറ്റോ പൗഡർ ഞാൻ 1 സ്പൂണാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് പുളി ഉണ്ടാവുമല്ലോ തക്കാളി ആകുമ്പോൾ. അപ്പോൾ നമ്മൾ പപ്പായ കൂട്ടിയിട്ട് ഇപ്പോൾ 2 സ്പൂൺ എടുത്തിട്ട് 1 സ്പൂൺ ടൊമാറ്റോ പൗഡർ എടുത്താലും മതി. പക്ഷേ ടൊമാറ്റോ പൗഡർ കൂട്ടണ്ട. ടൊമാറ്റോ പൗഡർ 1 സ്പൂണാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ ഫ്രഷ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു അരമുറി തക്കാളിയാണ് കേട്ടോ എടുക്കേണ്ടത്. അതിൻ്റെ സീഡ് കളഞ്ഞിരിക്കണം. നെക്സ്റ്റ് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ഹണിയാണ് കേട്ടോ. മധുരം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1 സ്പൂണാണ് ആഡ് ചെയ്യണത്. ഇപ്പോൾ ഹണി ഒരു 2 സ്പൂണൊന്നും ആഡ് ചെയ്യുന്നുണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ ഓർഗാനിക് ആയിട്ടുള്ള ഹണി ആയിരിക്കണം. നല്ല ഹണി വേണം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. പൗഡർ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ മിക്സ് ആവാനായിട്ട്. ശരിക്കും നമുക്ക് ഈ പൗഡേഴ്സ് തന്നെ സ്മൂത്തീസിലും ഒക്കെ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ വെയിറ്റ് ലോസ് സ്മൂത്തി ആയാലും അതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സ്മൂത്തീസ് ഉണ്ടാക്കുമ്പോഴൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളതാണ്. നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കുമ്പോൾ കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസോളം വെള്ളവും ചേർത്തിട്ട് മിക്സിയുടെ ജാറിലൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് പിന്നീട് ഹണി ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റെഡി ടു യൂസ്. കാരണം എനിക്കിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഫ്രൂട്ട് വൃത്തിയാക്കലും പിന്നെ അങ്ങനെയുള്ള പരിപാടിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനിങ്ങനെ പൗഡേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് എഡിബിളായിട്ടുള്ള പൗഡറാണ്. 100% നാച്ചുറലായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഇത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണിക്ക് പകരം ഷുഗർ റീപ്ലേസ് ചെയ്യാമെന്ന്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം നിങ്ങൾ എന്താ പറയുക കുറച്ച് ഹെൽത്ത് ഓറിയൻറ്റഡ് ആണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ഹണി യൂസ് ചെയ്യുക. കാരണം ഷുഗർ ഒന്നാമത് നമുക്ക് ശരീരത്തിന് നല്ല ഒരു ഇതല്ല. പിന്നെ സ്കിന്നിനെ തന്നെ ആയാലും വളരെ ഡാമേജ് ചെയ്യുന്ന ഒരു കാര്യമാണ് പഞ്ചസാര എന്ന് പറയുന്നത്. അപ്പം അതിന് പകരം നമ്മൾ ഹണി യൂസ് ചെയ്യുമ്പോൾ ഇത് ഡബിളായിട്ട് നമുക്ക് ബെനഫിറ്റ്സ് ആണ് ഉള്ളത്. സോ അപ്പോൾ അത് പറ്റുമെങ്കിൽ ഒന്ന് നോക്കുക. പിന്നെ കുട്ടികളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹണി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ കുടിക്കില്ല. ഇത് കുട്ടികൾക്കും നമുക്ക് ഡെയിലി കൊടുത്തതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ടൊമാറ്റോ എന്ന് പറയുമ്പോൾ നമ്മൾ സീഡ്ലെസ് ആണ് കേട്ടോ. ഇപ്പം സീഡ് മാറ്റിയിട്ട് എടുത്തിട്ടുള്ളതാണ് ഈ ടൊമാറ്റോയുടെ പൗഡർ. ഇപ്പം നിങ്ങൾ ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഡെയിലി ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ടും അതിൻ്റെ സീഡ് കളഞ്ഞിട്ട് ഉപയോഗിക്കുക. കാരണം ചിലർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സീഡ് കഴിക്കുമ്പോൾ അത് നല്ലതല്ല. അതുകൊണ്ടാണ്
അപ്പോൾ സീഡ് ഒന്ന് കളഞ്ഞിട്ട് വേണം ടൊമാറ്റോ എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഡെയിലി വേണമെന്നില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. വെറും വയറ്റിൽ കഴിക്കുമ്പോൾ ചിലർക്ക് ഇപ്പം ടൊമാറ്റോ ഇതിലുള്ളത് കൊണ്ട് തന്നെ അസിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ നിറച്ച് വൈറ്റമിൻ ഇ അതുപോലെ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിന് മാത്രമായിട്ടല്ല, നമുക്കിപ്പം ഒരു സ്കിൻ കെയർ എന്നുള്ളത് ഉദ്ദേശിച്ച് മാത്രമല്ല കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട്, കാരണം കുട്ടികൾക്കൊക്കെ ഈ സമയത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണിറ്റി വളരെ കുറവുള്ള ഒരു സമയമാണ് ആഫ്റ്റർ കൊറോണ. സോ ഇത് മസ്റ്റായിട്ടും നിങ്ങൾ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇത് ദിവസവും കഴിക്കണമെന്നില്ല, ഒന്നിടവിട്ട് ആയാലും മതി. അപ്പോൾ പറ്റുമെങ്കിൽ ദിവസവും ട്രൈ ചെയ്യുക, അല്ലാത്തവർ ഒന്നിടവിട്ടോ അല്ലെങ്കിൽ ത്രൈസ് ഇൻ എ വീക്കോ ഒക്കെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം കേട്ടോ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സജഷൻസും അതുപോലെ തന്നെ പറയാം. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതിലായാലും അതുപോലെ തന്നെ ഭ്രമരയുടെ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടും ഒക്കെയുള്ള സജഷൻസ് നിങ്ങൾക്ക് തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം സരിത.